ഹലോ എല്ലാ ചങ്കുകൾക്കും മലയാളം യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഈ കാണുന്ന ടെർമിലാണ്. ഇത് വർക്കാവുന്നില്ല, ഈ ടെർമിൽ വർക്കാവുന്നില്ല, ഇത് എറർ കോഡ് അടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇതിന് എന്താണ് കംപ്ലയിൻ്റ് എന്ന് നമുക്ക് നോക്കാം. കംപ്ലയിൻറ്റ് നോക്കുമ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങളുടെ ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്തുള്ള ബെല്ലൈക്കൻ ആളാക്കിയിടാൻ മറക്കരുത്. എന്നാലേ ഞാൻ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അവസരമായി വേണ്ടി ലൈക്ക് ചെയ്താൽ നിങ്ങൾ മറന്നു, ഇപ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്തതിനെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം ഈ ടെർമിലിൻ്റെ ഏത് എറർ കോഡ് വന്നുകൊണ്ടാണ് ഇത് വർക്കാവാത്തതെന്ന്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ ടെർമിനൽ. അപ്പോൾ ഈ മെഷീൻ നമുക്ക് നോക്കാം. അപ്പം ഇത് എന്തുകൊണ്ടാണ് ഓൺ ആവാത്തത്? കസ്റ്റമർ പറഞ്ഞേക്കുന്നത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എറർ കോഡ് വന്ന് അങ്ങ് നിൽക്കുകയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏത് എറർ കോഡ് വന്ന് നിൽക്കണമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം അതിൻ്റെ പവർ ഓണാക്കിയ ശേഷം നമുക്ക് നോക്കാം ഏതാണ് അതിൻ്റെ എറർ കോഡ് വരണേന്ന്. അന്നത്തിൻ്റെ നമുക്ക് കണ്ടുപിടിച്ചിട്ട് നമുക്ക് അതിൻ്റെ എന്താണെന്ന് റിപ്പയർ നമുക്ക് കണ്ടുപിടിച്ച് അത് റിപ്പയർ ചെയ്ത് ശരിയാക്കി എടുക്കാം. അപ്പോൾ നോക്കാം. ഞാൻ ഇപ്പോൾ പവർ ഓണാക്കാൻ പോവുകയാണ്. ഞാൻ ഇപ്പോൾ പവർ ഓണാക്കിയതിന് ശേഷം ഏത് എറർ കോഡാണ് വരണതെന്ന് നോക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ പവർ ഓണാക്കിയിട്ടുണ്ട്. പവർ ഓണാക്കുന്നത് E03 എന്നുള്ള എറർ കോഡാണ് വന്നേക്കുന്നത്. അപ്പോൾ E03 എന്നുള്ള എറർ കോഡ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സെൻസറിൻ്റെ എറർ കോഡാണ് വരുന്നത്. അപ്പോൾ നമ്മൾ സെൻസർ എങ്ങനെയാണ് അത് ക്ലീൻ ആക്കി എടുക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇപ്പം അതിൻ്റെ ഫ്രണ്ടിലത്തെ കവർ ഇളക്കിയിട്ടുണ്ട്. 4 സ്ക്രൂകളും 4 സൈഡിലായിട്ട് ആ കവർ ഇളക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് മോട്ടറിൻ്റെ സൈഡിൽ ക്ലച്ചൊക്കെ ഇരിക്കുന്നത് കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ മെയിൻ ബോർഡ് എല്ലാം, കൺട്രോൾ ബോർഡ് എല്ലാം അതിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്. അപ്പോൾ ആ ക്ലച്ചിൻ്റെ തൊട്ട് മേലായിട്ട് നിങ്ങൾക്കുള്ള സെൻസർ കാണാൻ പറ്റും. ഇതാണ് അതിൻ്റെ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും അസസ് ചെയ്യുന്ന സാധനം നമ്മളിത് കറങ്ങുന്ന സമയത്ത്. അപ്പോൾ ഇതിനെന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാൽ ഓവർ സ്പീഡിൽ നമ്മൾ കൂട്ടാതെ തന്നെ ഇത് ഓടി ഓവർ സ്പീഡിലോട്ടാവും. അല്ലെങ്കിൽ ചില സമയത്താണെന്നുണ്ടെങ്കിൽ ഇത് വർക്കാതെ ഈ എറർ കോഡ് E03 എറർ കോഡ് അടിച്ച് നിൽക്കും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം മാറുന്ന മുമ്പേ നിങ്ങൾ അതിലുള്ള ക്ലീൻ ആക്കുക. ഞാൻ ഇപ്പോൾ ഇത് ക്ലീൻ ആക്കുന്ന ആൽക്കഹോളിട്ടാണ് ക്ലീൻ ആക്കുന്നത്. ഞാൻ ഇപ്പോൾ ആൽക്കഹോളിട്ടാണ് ഇത് നല്ല രീതിയിൽ ടിഷ്യൂവും വെച്ച് ആൽക്കഹോളും വിട്ട് അതിൻ്റെ അകത്തുള്ള ഈ അതിൻ്റെ അകത്ത് കാർബൺ കണക്കാണ് അഴുക്കെല്ലാം കയറി പെട്ടെന്ന് പിടിക്കുക. അപ്പോൾ അതിൻ്റെ അകത്തുള്ള അഴുക്കൊക്കെ ഞാൻ തുടച്ച് കളയണം. ഇത് കണക്ക് നിങ്ങൾ ഒരു ടിഷ്യൂ എന്തെങ്കിലും എടുത്ത് നല്ല രീതിയിൽ തുടച്ചാൽ മതി. അപ്പോൾ തുടച്ചതിന് ശേഷം ഞാൻ ഇപ്പോൾ അതിൻ്റെ ക്ലച്ച് നല്ല രീതിയിൽ ആൽക്കഹോളിട്ട് അടിച്ച് തുടച്ച് വൃത്തിയാക്കാൻ പോവുകയാണ്. ക്ലച്ചിൽ അഴുക്കുണ്ടെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് സെൻസ് ചെയ്യത്തില്ല. സെൻസ് ചെയ്യാതിരിക്കുമ്പോൾ ഇതിനൊക്കെ എറർ കോഡ് അടിക്കും. അപ്പം നല്ല രീതിക്ക് ഞാൻ ഈ ആൽക്കഹോൾ അടിച്ചിട്ട് ഞാൻ ടിഷ്യൂ വെച്ച് തുടച്ചെടുക്കുകയാണ്. തുടച്ചെടുത്തിട്ട് ഇങ്ങനെ കാണിച്ചില്ല ടിഷ്യൂലിരിക്കുന്ന അഴുക്ക്. ഇത് അടച്ചു വെച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഏതിൻ്റെ സൈഡിൽ ചെറിയ ഹോളാണ്. അതുവഴിയൊക്കെ ഇത് കറങ്ങുമ്പോൾ ഫാനിൻ്റെ സ്പീഡ് കാരണം പൊടി ഉള്ളിലോട്ട് പിടിച്ചെടുക്കുമ്പോൾ ഈ ക്ലച്ചൊക്കെ മൊത്തം കറക്റ്റ് പൊടിയാകുമ്പോൾ ഇതിൻ്റെ സെൻസ് ചെയ്യാൻ പറ്റാതാവും. അപ്പോഴാണ് ഇത് എറർ കോഡ് അടിക്കുന്നത്. ഞാൻ ഇപ്പോൾ ഇവിടെ ആൽക്കഹോൾ അടിച്ചതിന് ശേഷം ഞാൻ ഇവിടെ ടിഷ്യൂ ഇട്ടിട്ട് ഇവിടെ നല്ല രീതിക്ക് ഞാൻ ക്ലീൻ ആക്കാൻ പോവുകയാണ്. നിങ്ങൾ കറക്കി വെച്ച് എല്ലാ സൈഡും കറക്റ്റ് വൃത്തിയാക്കിയെന്ന് ഉറപ്പ് വരണം. ഞാൻ ഇപ്പോൾ ഇവിടെ ടിഷ്യൂ ഇട്ട് ക്ലീൻ ആക്കിയാണ്. നമ്മൾ എല്ലാ സൈഡും എല്ലാ സൈഡും നല്ല രീതിയിൽ ടിഷ്യൂ ഇട്ട് ക്ലീൻ ആക്കി. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇപ്പോൾ ഈ ടിഷ്യൂവിലിരിക്കുന്ന അഴുക്ക് കാണാൻ പറ്റും. ഇത്രയും അഴുക്ക് അതിൻ്റെ അകത്തുണ്ടായിരുന്ന അഴുക്കായിരുന്നു, ക്ലച്ചിലുണ്ടായിരുന്ന അഴുക്കാണ് ഇത്രയും അഴുക്ക്. അപ്പോൾ ഇതൊക്കെ ഇരുന്നുകൊണ്ടാണ് കറക്റ്റ് വർക്കാകാത്തത്. അതിനുശേഷം നമുക്ക് അതിൻ്റെ സെൻസർ കറക്റ്റ് ക്ലച്ചിൻ്റെ സെൻറ്റർ വെച്ചിട്ട് നിങ്ങൾ ടൈറ്റ് ചെയ്യണം. സൈഡിലോട്ട് പോയി തട്ടാനൊന്നും പാടില്ല. അതിൻ്റെ രണ്ട് പോയിൻ്റ് കണക്കിരിക്കുന്ന പോയിൻ്റ് ആ ക്ലച്ചിൻ്റെ സെൻറ്റർ ആയിരിക്കണം. എന്നാലേ അത് കറക്റ്റ് സെൻസ് ചെയ്യുള്ളൂ. നിങ്ങൾക്ക് ഇവിടെ കാണാം E03 കോഡ് അത് കാണിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ കണക്ട് ചെയ്യാൻ പോകുന്നത് നേരത്തെ കോഡ് നിങ്ങൾ കാണിച്ചതേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ എൻ്റെ കറക്റ്റ് സെൻറ്റർ വെച്ചത് കണക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം എൻ്റെ ക്ലച്ച് കറങ്ങണം അതിൻ്റെ അകത്ത്. അതിനുശേഷം ഞാൻ ഇപ്പോൾ അതിൻ്റെ പവറെല്ലാം എടുത്ത ബോർഡിൽ നിന്ന് അതേ കണക്ക് തിരിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇളക്കണ സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഫോട്ടോ എടുത്ത് വെച്ചതിന് ശേഷം ഇളക്കിയാൽ മതി. അത് തിരിച്ച് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഫോട്ടോയെ നോക്കി നിങ്ങൾ തിരിച്ച് ഫിറ്റ് ചെയ്താൽ മതി. ഇത് മാറിപ്പോവില്ല. അതിൻ്റെ പിന്ന് അതിന് മാത്രമേ പോവുള്ളൂ. ഞാൻ ഇപ്പോൾ അവിടെ ആ പിന്ന് കണക്ട് ചെയ്തതിന് ശേഷം ഞാൻ അവിടെ പവർ ഓൺ ആക്കുന്നുണ്ട്. ഇനി പവർ ഓൺ ആക്കിയതിന് ശേഷം നമുക്കിവിടെ നോക്കാം. ഇനി സെൻസർ എറർ കോഡ് അടിക്കുന്നുണ്ട്. ആ സെൻസർ കംപ്ലയിൻ്റ് ആണെന്ന് നോക്കാം. ഇതായപ്പോൾ ഞാൻ ഇനിയിപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഞാനിപ്പോൾ സ്റ്റാർട്ടിങ് അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പം ടൈം എടുക്കും. ടൈം 2-3 മിനിറ്റ് എടുക്കും. ഇതാ ഇവിടെ മിനിറ്റും ആയിക്കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇവിടെ സ്റ്റാർട്ടായി തുടങ്ങും. നമുക്കിപ്പോൾ എറർ കോഡ് അടിച്ചിട്ടില്ല. മെഷീൻ അവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. കറക്റ്റ് വർക്കാവുന്നുണ്ട്. മെഷീൻ വർക്കായി തുടങ്ങി. ഇനി നമുക്ക് അതിൻ്റെ സ്പീഡൊക്കെ ഒന്ന് കൂട്ടിയൊക്കെ നോക്കാം. ഇപ്പോൾ ഒരു കുഴപ്പമില്ലാതെ മെഷീൻ വർക്കായിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ കംപ്ലയിൻറ്റ്. ആ സെൻസറിൽ പൊടി അടിച്ചിരുന്നതാണ്. അത് ക്ലച്ചിൽ സെൻസറിലും അതാണ് അതിൻ്റെ അത് പിന്നെ വർക്കാവാതിരുന്നതിൻ്റെ കേസ്. ഈ ഒരു കേസായിരുന്നു. ഇപ്പം നമ്മളെ ബാവച്ചേട്ടനെ കൊണ്ട് നമ്മൾ അതിലൊന്ന് നടത്തിക്കുകയാണ്. പുള്ളി അത് നടക്കുകയാണ്. നമ്മളൊരു കൂട്ടുകാരൻ്റെ ടെർമിലാണ്. പുള്ളി ഇത് ശരിയാക്കാൻ ഇവിടെ കൊണ്ട് വെച്ചിട്ട് പോയതാണ്. ഇപ്പോൾ നമ്മളത് ശരിയാക്കി ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ബാവട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. കറക്റ്റ് അത് വർക്കാവുന്നുണ്ടോ അല്ല ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും ഓട്ടോമാറ്റിക് സ്പീഡ് കൂടുന്നുണ്ടൊക്കെ നോക്കുകയാണ് പുള്ളി. അപ്പോൾ വേറൊരു കംപ്ലയിൻറ്റും ഇല്ല. കറക്റ്റ് അത് വർക്കാവുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ കംപ്ലയിൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ അടുത്ത് തന്നെ ബെല്ലൈക്കൻ ആളാക്കിയിടാനും മറക്കരുത്. എന്നാലേ ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്ത് ദയവായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ലൈക്ക് ചെയ്തതിനെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നല്ലൊരു വർക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.